السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സാദാത്തുക്കൾ, ഉലമാക്കൾ, സ്നേഹ സഹോദരങ്ങൾ, മനുഷ്യർക്കൊപ്പം ഒരു മുദ്രാവാക്യം കേരളത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും സൗകര്യമുള്ള, എന്നാൽ ഏറ്റവും അനിശ്ചിതത്വമുള്ള, അൺസർട്ടനിറ്റിയുള്ള ഒരു കാലത്താണ്. മനുഷ്യ ചരിത്രത്തിൽ ഇതിനു മുമ്പൊന്നും ഇത്രയേറെ അനിശ്ചിതത്വമുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. സൗകര്യങ്ങളുടെ വിഷയത്തിൽ നമ്മുടെ മുൻഗാമികൾ, അവർക്ക് വേണ്ടത്ര ഭക്ഷണമില്ല, വസ്ത്രമില്ല, താമസ സൗകര്യങ്ങളില്ല, വാഹനങ്ങളില്ല, മറ്റു ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് എല്ലാം സൗകര്യങ്ങൾ കൂടുതലാണ്. സൗകര്യങ്ങൾ വർദ്ധിച്ചതിൻ്റെ പേരിലുള്ള വീർപ്പുമുട്ടലുകളാണ് നാം അനുഭവിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ ആധിക്യം കൊണ്ടുള്ള അസുഖങ്ങൾ, വാഹനങ്ങളുടെ എണ്ണ വർധനവ് കൊണ്ടുള്ള യാത്രാ അസൗകര്യങ്ങൾ, വസ്ത്രങ്ങളുടെ അമിത ഉപയോഗം കൊണ്ടുവരുന്ന വേസ്റ്റിൻ്റെ ഭാരം, ഇതെല്ലാം ഉള്ളപ്പോൾ എന്താണ് ഇന്ന് ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? അത് അൺസർട്ടനിറ്റിയാണ്, അനിശ്ചിതത്വം. ഇന്ന് അടുത്ത മണിക്കൂറിൽ എന്ത് സംഭവിക്കും എന്നറിയില്ല. അടുത്ത ദിവസം എന്താണ് വരാൻ പോകുന്നത് എന്നറിയില്ല. രാഷ്ട്രീയ രംഗത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, പണ്ട് യുദ്ധങ്ങൾക്ക് മുന്നറിയിപ്പുണ്ടാകും, പോർവിളിയുണ്ടാകും, ഒരുക്കങ്ങളും പടയൊരുക്കങ്ങളും കഴിഞ്ഞ് സൈന്യം ഒരു ഭാഗത്തെത്തുമ്പോഴേക്ക് മറുപക്ഷവും തയ്യാറായിട്ടുണ്ടാകും. ഇന്ന് എവിടെയും എപ്പോഴും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഗാസ 5 പതിറ്റാണ്ടായി തുടരുന്ന വംശഹത്യ, അത് വെറുമൊരു യുദ്ധമല്ല, മനുഷ്യ മനസ്സാക്ഷിയുടെ തോൽവിയാണ് ഗാസയിൽ സംഭവിച്ചത്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയൊരു വാർത്ത, വെനിസ്വേല എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രം, എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ. കഴിഞ്ഞ മാസമാണ് വെനിസ്വേലയിൽ അമേരിക്കയുടെ ഡ്രോൺ സ്ട്രൈക്ക് നടക്കുന്നത്. ഇന്ന് വെനിസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും ബന്ദിയാക്കി എന്ന വാർത്തയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയിട്ടുള്ളത്. വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മെഡ്യൂറോയെയും ഭാര്യയെയും പിടികൂടി അമേരിക്ക ബന്ദിയാക്കിയത് എന്തിനാണ്? അളവറ്റ എണ്ണ സമ്പത്തുള്ള ഒരു രാഷ്ട്രമാണ് വെനിസ്വേല. കഴുകക്കണ്ണുമായി അമേരിക്ക വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. അതിൻ്റെ മുൻകാല പ്രസിഡന്റുമാർ വളരെ ശക്തമായി അതിനെ ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ഡോളർ വാരിയെറിഞ്ഞ് ഒറ്റുകാരെ വിലക്കെടുക്കാനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും കിണഞ്ഞു പരിശ്രമിച്ച അമേരിക്ക പലവട്ടം എളിഭ്യരായതാണ്. എന്നാൽ ഇപ്പോൾ മറ്റു പല കാരണങ്ങളും പറഞ്ഞ് ഒരു രാഷ്ട്രത്തിനകത്തേക്ക് മറ്റൊരു രാഷ്ട്രം കടന്നു കയറുന്നതിനുള്ള കാരണങ്ങൾ എടുത്തു പറയുന്നത് ഒരിക്കലും യഥാർത്ഥത്തിൽ നീതിബോധമുള്ള മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. നൈജീരിയയിൽ ബോംബാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാനിൽ പ്രതിഷേധക്കാർക്കെതിരെ പ്രതിരോധം തീർത്താൽ ഞങ്ങൾ ഇടപെടും എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും ബർമ്മയും ബംഗ്ലാദേശും ഓരോ രാഷ്ട്രങ്ങളിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാം. അവയ്ക്കെല്ലാം പിന്നിൽ പല ശക്തികൾ, ചില ആഗോള ശക്തികൾ, അവരുടെ താല്പര്യങ്ങൾ, കച്ചവടക്കണ്ണുകൾ
അതാണ് അതിന് പിന്നിലുള്ളത്. കേവലം ഭൂസ്വത്ത് കൈയടക്കുക എന്നതല്ല, അധികാരം സ്ഥാപിച്ച് അതിലൂടെ നേട്ടമുണ്ടാക്കുക എന്നതിനപ്പുറം യുദ്ധം ഒരു കച്ചവടത്തിൻ്റെ വലിയ തന്ത്രമായി, ആയുധങ്ങൾ വിൽപ്പന നടത്തുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കച്ചവടക്കണ്ണ് ഈ യുദ്ധങ്ങൾക്കെല്ലാം പിന്നിലുണ്ട്. എപ്പോഴും എവിടെയും എന്തും സംഭവിക്കാം. ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടാം. ഇന്നലെ ഭരണാധികാരിയായവൻ നാളെ കാര്യരുമ്പുകൾക്കകത്തു പോകുന്ന വിചിത്രമായ ചിത്രമാണ് നാം ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാങ്കേതിക തൊഴിൽ മേഖലകളിൽ അനുദിനം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ്റെ സ്വാസ്ഥ്യം കെടുത്തുകയാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താകും? 10ാം ക്ലാസ് കഴിയുന്ന മകനെ എവിടെയാണ് ചേർക്കേണ്ടത്, എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരികയാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ, ലോക സാമ്പത്തിക സമിതിയുടെ കണക്കനുസരിച്ച് 70% ജോലികളും ഏതാനും വർഷങ്ങൾക്കകം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതാക്കും. AI ലോകത്തെ കീഴടക്കും. സാങ്കേതിക വിദഗ്ധർ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന AI, നമ്മളെല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുള്ള, ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള, എന്തെന്ന് കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത AI, അത് തികച്ചും വേസ്റ്റാണ്. ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ അതിശീഘ്രമുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, മനുഷ്യനെപ്പോലെ തന്നെ ചിന്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ വരാനുള്ളത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ ഒന്നിച്ച് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന കമ്പ്യൂട്ടറാണ്. മുഷാവറകളാണ്, പ്രവർത്തക സമിതികളാണ്, ജനറൽ ബോഡികളാണ്. നാടിനു വേണ്ടതെല്ലാം അവർ തന്നെ ചിന്തിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് 3-5 വർഷത്തിനിടയിൽ ലോകത്ത് വരുമെന്നും ലോകം കീഴടക്കുമെന്നും പറയുമ്പോൾ നാളിതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം ഇല്ല. തൊഴിലില്ലായ്മ, ഇപ്പോൾ നിലവിലുള്ള ഒട്ടുമിക്ക തൊഴിലുകളും ഇല്ലാതാകും എന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ലോകത്ത് എന്താണ് സംഭവിക്കുക? അതുകൊണ്ട് എന്തു പഠിക്കണം? അതുകൊണ്ട് ഏത് വിദ്യയാണ് പഠിക്കേണ്ടത്? പഴയ കാലത്തെ പോലെ 10+2+3+2 then PhD, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്, അങ്ങനെ പഠിച്ചുപോയാൽ കടലാസുകൾ കുംഭാരമാക്കാം എന്നല്ലാതെ അന്നത്തിനു വക നൽകില്ല എന്നത് മനുഷ്യർക്ക് മുന്നിൽ വലിയ ആശങ്കയാവുകയാണ്. ട്രേഡ് വാർസ്, രാജ്യാന്തര നികുതി ചുമത്തലുകൾ, താരിഫ് യുദ്ധങ്ങൾ. നീ 50% ഞാൻ 75%, നീ 75% ഞാൻ 100%, 200% എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റുമതി ഇറക്കുമതികൾക്കുള്ള തീരുവകളിൽ വരുത്തുന്ന ഭ്രാന്തൻ പരിഷ്കാരങ്ങൾ. എന്തുൽപ്പാദിപ്പിക്കണം, എവിടെ വിൽക്കാൻ കഴിയുമെന്ന് ഉൽപ്പാദകർ ആശങ്കപ്പെടുന്നു. അവശ്യവസ്തുക്കൾ വാങ്ങേണ്ട ആളുകൾ നാളെ എന്തു വില കൊടുക്കേണ്ടി വരും എന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം. ഓക്സ്ഫാം റിപ്പോർട്ട് പ്രകാരം ലോകത്തെ 1% ആളുകളിലാണ് 99% ആളുകളെക്കാൾ കൂടുതൽ സമ്പത്തുള്ളത്. സമ്പത്തൊരു ഭാഗത്ത് കുന്നുകൂടുന്നു. സമ്പത്തുകൾ ഏകീകരിക്കാനും സ്വന്തം കൈകളിലേക്ക് കൊണ്ടുവരാനുമുള്ള തന്ത്രങ്ങൾ പലതരത്തിലുള്ള രോഗവ്യാപനത്തിലൂടെയും പ്രതിരോധ മരുന്ന് നിർമ്മാണത്തിലൂടെയും ഡ്രാമകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയും എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്ന് കൊറോണ കാലത്ത് നേരിട്ട് കണ്ടനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അങ്ങനെയുള്ള അൺസർട്ടനിറ്റി ഒരു ഭാഗത്തുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, മഴ ലഭിക്കുന്നത് എപ്പോഴെന്ന് നോക്കി കൃഷി ഇറക്കാൻ പറ്റുകയില്ല. മഴക്കാലം ഏതെന്ന് നോക്കി സമ്മേളനങ്ങൾ നിശ്ചയിക്കാനും പറ്റുകയില്ല. വയലിലാണോ സമ്മേളനം നടത്തേണ്ടത്, പറമ്പിലാണോ എന്ന് നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു കാലമായി. അതിന് കാരണങ്ങൾ പലതുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്.
മനുഷ്യർ ചെയ്യുന്ന പരിസ്ഥിതിപരമായ പാതകങ്ങൾ തന്നെയാണതിന് കാരണം എന്ന് പറയുകയും അതിനുവേണ്ടി കോൺഫറൻസുകളൊക്കെ നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും അതിന് പ്രതിരോധം തീർക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും അമിതോപയോഗമാണ് ഇതിന് കാരണം. ഒരു ഭാഗത്ത് വിളിച്ചു പറയുമ്പോൾ അമിതമായി വാഹനങ്ങളുടെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളിലൂടെ അന്തരീക്ഷ മലിനീകരണത്തെ ചുരുക്കാൻ കഴിയുമെന്ന് പറയുമ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ക്രമാതീതമായ വിലയും ടാക്സ് വർധനവും നടത്തിക്കൊണ്ട് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാതെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് നാം കാണുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന്, സാമുദായിക അന്തരീക്ഷത്തിൽ വലിയ തോതിലുള്ള വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അന്തരീക്ഷമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി അത്തരം പ്രകടനങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിനെതിരെ നിസ്സംഗമായി നിൽക്കുന്ന ഗവൺമെൻറ്റുകളെയും നിസ്സംഗമായി നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകരെയും നമുക്ക് കാണാൻ കഴിയുന്നു എന്നത് നമ്മെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പവിത്രമെന്ന് കരുതിയിരുന്ന സ്നേഹബന്ധങ്ങൾ പോലും സംശയത്തിൻ്റെ നിഴലിലാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയത, വംശീയ വിദ്വേഷം പടർന്നു എന്നാൽ എന്താണ് ഉണ്ടാവുക എന്നത് അയൽ സംസ്ഥാനങ്ങളിലെയും മറ്റു രാജ്യങ്ങളിലെയും അവസ്ഥ മുന്നിൽ കാണുന്ന കേരളീയൻ അതിനൊരിക്കലും അനുവദിച്ചുകൂടാ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയവുമായി മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ളൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള വ്യത്യസ്ത കക്ഷി രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ നേതാക്കളും എല്ലാം പറയുന്നു, ഇതിനപ്പുറം ഇനിയൊരു മുദ്രാവാക്യം ഉയർത്താനില്ല. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ദായറയ്ക്കുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരാശയം ഈ കേരളത്തിൻ്റെ മണ്ണിൽ തീർച്ചയായും നിലകൊള്ളണം. ഇതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ആശയങ്ങൾ ഒരിക്കലും തന്നെ ഇവിടെ വളരാൻ അനുവദിച്ചുകൂടാ എന്നതു തന്നെയാണ്. കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണ്. തൊഴിലില്ലായ്മ നിരക്ക് 12% മുകളിലാണ്. ദേശീയ ശരാശരിക്ക് മുകളിലാണ് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ കിടക്കുന്നത്. നമ്മുടെ യുവജനങ്ങളിൽ 30-നും 40-നും ഇടക്കുള്ള ശതമാനമാണ് തൊഴിലില്ലായ്മ. തൊഴിലില്ലാത്ത സമൂഹം നാട്ടിൽ വളരുമ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വർദ്ധിക്കുകയും അതുമൂലമുണ്ടാകുന്ന എല്ലാവിധ അരാജകത്വവും അക്രമവും വർദ്ധിക്കുകയും ചെയ്യും. നടുറോട്ടിലിട്ട് ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ ഭക്ഷണത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പേര് പറഞ്ഞ് മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്നത് കേരളക്കാരന് ഫോർവേഡ് ചെയ്യുന്ന ന്യൂസ് ക്ലിപ്പുകളായിരുന്നുവെങ്കിൽ തങ്ങളുടെ കൺമുന്നിൽ നേരിട്ട് കാണേണ്ട ഗതികേട് സമാഗതമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയെ നാം വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട്. ചെറുപ്പക്കാർക്ക് ഡിഗ്രിയുണ്ട്. സാക്ഷര കേരളം, സുന്ദര കേരളം. അക്ഷരം മാത്രമല്ല, 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും എന്നത് സാർവത്രികമാവുക എന്നതിൽ നിന്നു മാറി ഡിഗ്രി ഇല്ലാത്തവരാരുമില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കടലാസുകളേറെയുണ്ട്, അന്നത്തിനു വകയില്ല എന്നൊരവസ്ഥ. എന്തു പഠിക്കണം, എന്താണ് നാടിന് ആവശ്യം എന്ന് മുൻകൂട്ടി പറയാനും ഗവേഷണം നടത്താനും ആവശ്യമായ സംഘങ്ങൾ നമ്മുടെ നാടുകളിൽ ഇല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഗവേഷണം നടക്കുന്നവരുടെ ആശയങ്ങളെ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കാതെ പോകുന്നതുമെല്ലാം ഇത്തരം തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് വലിയ കാരണങ്ങളായി തീരുന്നുണ്ട്. MAയും MPhilഉം കഴിഞ്ഞ ചെറുപ്പക്കാർ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നുണ്ട്. അവര് വണ്ടിക്കച്ചവടം, വണ്ടിയിൽ കച്ചവടം, കൃഷി പോലുള്ള ഉത്തമമായ തൊഴിലുകൾ ഏത് വിദ്യാസമ്പന്നനും എടുക്കാൻ സാധിക്കുന്നതാണെങ്കിലും വൈറ്റ് കോളർ മനോഭാവം മണ്ണിലേക്കിറങ്ങാൻ നമ്മെ അനുവദിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇനിയും
ഉപയോഗശൂന്യമായ ഭൂമികളാകുന്ന വാഹനത്തിൽ കയറി നിൽക്കുന്ന ആത്മാവ് കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന സത്ത ഇവിടെ ഉണ്ടാകുന്നത്. മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ്. മനുഷ്യൻ ഉത്കൃഷ്ട ജീവിയാണ്. മനുഷ്യൻ മറ്റുള്ളവരെ പോലെ പ്രകൃതിദത്തമായി ജനിച്ചു വളരുന്ന അതേ രീതിയിൽ തന്നെ ഭൂമിയിൽ ലഭിക്കുന്ന വസ്തുക്കൾ മാത്രം ഭക്ഷിച്ച് അങ്ങനെ മരിച്ചു പോകുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. വിവേകമുള്ള ജീവിയാണ് മനുഷ്യൻ. സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. രാഷ്ട്രീയ ജീവിയാണ് മനുഷ്യൻ. സാമ്പത്തിക ജീവിയാണ്. ഈ മേഖലകളിലെല്ലാം മനുഷ്യന് ജീവിക്കാൻ പദ്ധതികളുണ്ടാകണം, മാർഗനിർദ്ദേശങ്ങളുണ്ടാകണം. മനുഷ്യ ജീവിതത്തിൻ്റെ കാതലെന്ന് പറയുന്നത് അവൻ കാത്തു സൂക്ഷിക്കുന്ന സംസ്കാരമാണ്. വൃത്തി, ഭാഷ, സഹനം, സഹവർത്തിത്വം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. അപ്പം ഏറ്റവും നല്ല സംസ്കാരം ആരാണോ ഉൾക്കൊള്ളുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നതിനെയാണ് ഞാൻ പിൻപറ്റുന്നത്. ഇസ്ലാം മനുഷ്യരാശിയെ ഒരൊറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവരായിട്ടാണ് കാണുന്നത്. ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസ. ഒരൊറ്റ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് ഈ മനുഷ്യകുലം മുഴുവനും പിറന്നിട്ടുള്ളത്. അതിൻ്റെ പരമ്പരകളാണ് ലോകാവസാനം വരെ ഇവിടെ വരുന്നതും. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങളെ കുലങ്ങളും ഗോത്രങ്ങളുമാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് സർനെയിമുകളുണ്ട്, റോഡിൻ്റെ പേരുകളുണ്ട്, വില്ലേജുകളും പഞ്ചായത്തുകളുമുണ്ട്. അത് നിങ്ങളുടെ ഇദ്രിസിയത്തിന്, നിങ്ങളുടെ അഡ്രസ്സിന് വേണ്ടി മാത്രം ആണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഭക്തിയുള്ളവർക്കാണ് സ്ഥാനം. ഭക്തിയുണ്ടാകുന്ന മനുഷ്യൻ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കുകയില്ല. അങ്ങനെയുള്ള ഏകാത്മാവിൽ നിന്ന് തുടങ്ങി വന്നിട്ടുള്ള, ഒരു മനുഷ്യനിൽ നിന്നും തുടങ്ങി വന്നിട്ടുള്ള ഈ മനുഷ്യ സമൂഹം മാനവികത എന്ന് പറയുന്ന മഹാവൃത്തത്തിനകത്ത് മനുഷ്യത്വത്തിൻ്റെ മഹാരൂപങ്ങളെ കാണേണ്ടതുണ്ട്. അതിനകത്ത് മതങ്ങളുണ്ട്. അതിൽ ഇസ്ലാം എന്ന് പറയുന്ന മതവൃത്തത്തിനുള്ളിലാണ് നാം ഉള്ളത്. അതിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് നമ്മൾ. അതിനകത്ത് നമുക്ക് വേറെയും വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ വ്യക്തിത്വങ്ങൾ, കുടുംബ വ്യക്തിത്വമുണ്ട്, ഭാഷാ വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാറ്റിനും അപ്പുറമുള്ള മനുഷ്യത്വം എന്ന് പറയുന്ന വ്യക്തിത്വത്തെ മറന്നുകൊണ്ട് മറ്റേതെങ്കിലും അടയാളങ്ങൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന് മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ട സ്നേഹ ബഹുമാനങ്ങളെ നാം ഒരിക്കലും ഇല്ലായ്മ ചെയ്യരുത് എന്നുള്ള സന്ദേശമാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയം നമ്മോട് പറയുന്നത്. അശ്റുൻ മിനൽ ഫിത്ര. എബ്രഹാമി സംസ്കാരത്തിൽപ്പെട്ട 10 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിൻ്റെ സംസ്കാരമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആദമീയായ മനുഷ്യകുലം, അതിൽ ഓരോ ദൂതന്മാരുടെ കാലത്തും പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളുണ്ട്. അബുൽ അംബിയ ഇബ്രാഹിം അലിഹിസ്സലാം ലോകത്തിന് വലിയൊരു സംസ്കാരത്തിൻ്റെ രീതിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഖസ്സു ഷാരിബ്, ഇഅ്ഫാഉൽ ലിഹ്യ, അസ്സിവാക്, ഇസ്തിൻഷാഖുൽ മാ, ഖസ്സുൽ അൾഫാർ, ഗസ്ലുൽ ബറാജിം, നത്ഫുൽ ഇബ്ത്, ഹൽഖുൽ ആനതി വൻതിഖാസുൽ മാ. വെള്ളം ഉപയോഗിക്കുന്നതിൽ മിതത്വം വേണം. ശരീരത്തിൻ്റെ രോമങ്ങളും കക്ഷങ്ങളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. പല്ലു തേക്കുകയും കുളിക്കുകയും വേണം എന്ന് പഠിപ്പിക്കുന്ന, മനുഷ്യ ജീവിതത്തിൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാനപരമായ സാംസ്കാരിക രൂപങ്ങളെയും നിലപാടുകളെയും പ്രവാചകന്മാരിലൂടെയാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കൾച്ചറൽ ഡിഗ്നിറ്റി അത് മനുഷ്യൻ കാത്തു സൂക്ഷിക്കുമ്പോൾ, അത് പഠിപ്പിക്കുമ്പോൾ, അതിനെ പിന്തുടരാനും ഉൾക്കൊള്ളാനും ജാതിയുടെയും മതത്തിൻ്റെയും അപ്പുറത്ത് മനുഷ്യർ തയ്യാറായിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, ഇന്ത്യയിലേക്ക് ഇസ്ലാമിൻ്റെ കടന്നുവരവ്
ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇസ്ലാം കടന്നു വന്നത് രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലൂടെ ആയതുകൊണ്ട് അതിനോടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി ചിലരെങ്കിലും അത് ഉൾക്കൊള്ളാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള വലിയ നഷ്ടമാണ്, ഈ രാജ്യത്തിന് വരുത്തിവെച്ചിട്ടുള്ള വലിയ നഷ്ടമാണ്. ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ കൂടുതലായും കച്ചവടക്കാരിലൂടെയാണ് ഇസ്ലാം വന്നത് എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ജാതിമത വ്യത്യാസങ്ങൾക്കതീതമായി ജനങ്ങൾ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടു. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അവർ മതത്തിനുള്ളിൽ വന്നാലും ഇല്ലെങ്കിലും അത് മനുഷ്യരെ അവർക്കിടയിൽ അവരുടെ ജീവിതത്തെയും അവരുടെ സംസ്കാരത്തെയും വളർത്തിയിട്ടുണ്ട് എന്നതാണ്. മനുഷ്യൻ മനുഷ്യരിലേക്ക് വരണം, അയൽവാസിയെ തിരിച്ചറിയണം. ഭാഷയുടെയും ദേശത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്താൻ പാടില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന വചനം എത്ര ഉന്നതമാണത്. താൻ വയറു നിറച്ചിട്ട് മറ്റുള്ളവനെ കൂടെ നോക്കണം എന്ന് പറയുകയല്ല, മറിച്ച് അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ഭക്ഷണത്തിൻ്റെ പാതി എടുത്തവന് കൊടുക്കണം. പാതി തികയുന്നില്ല എങ്കിൽ വീണ്ടും ഒന്നുകൂടെ പാതിയാക്കണം. എന്നിട്ട് അവനോടൊത്ത് നീയും പകുത്തു ഭക്ഷിക്കണം എന്ന് പറയുന്ന ഉന്നതമായ സംസ്കാരം. തൊഴിൽ ചെയ്യുന്നവന് വിയർപ്പ് മാറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ മഹത്തായ സംസ്കാരം. അയൽപക്കത്തെ ബഹുമാനിച്ചുകൊണ്ട് അയൽപക്കക്കാരൻ്റെ വീട്ടിന് കാറ്റ് തടയുന്ന രീതിയിൽ നിന്റെ ഭവനങ്ങൾ ഉയർത്താൻ പാടില്ല. നിന്റെ വീടിൽ നിന്ന് പോകുന്ന പുക മറ്റു വീട്ടുകാരൻ്റെ മുൻഭാഗത്തേക്ക് കടന്നു കയറുന്ന വിധമാകരുത് എന്ന് പറഞ്ഞ് മദീന നാഗരികതയിൽ ഹൗസിംഗ് നിയമങ്ങൾ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഭാഗത്തും ഒരേ നിലക്കുള്ള ഉയരമുള്ള വീടുകൾ, അതുപോലെ പാത്വേകൾ. മദീനയിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സെഗ്രിഗേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് മദ്രസകളിൽ ഇന്ന് 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് മാലിന്യ കൂമ്പാരങ്ങൾ. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഓരോ മനുഷ്യരും ഓരോ വർഷത്തിലും തള്ളുന്ന വസ്ത്രത്തിൻ്റെ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്ന, അതിലൂടെയുണ്ടാകുന്ന കാർബൺ എമിഷൻ നാട്ടിന് വലിയ വിപത്തായി മാറുന്നു എന്ന് പറയുമ്പോൾ ഓരോ കല്യാണത്തിനും ഒരു കുപ്പായം തന്നെ വേണം, വസ്ത്രം പുതിയതു തന്നെ വേണം, വീട്ടുകാർക്കെല്ലാം ഒരേ കളറും ഒരേ രൂപവും വേണം എന്നുള്ള ഒരാശയം, അത് മാലിന്യ കൂമ്പാരം കുന്നുകൂട്ടാൻ വേണ്ടിയുള്ള ആശയം തന്നെയാണ്. ആവശ്യത്തിന് വേണ്ടി വസ്ത്രം. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം, ശൈത്യകാലത്തൊന്നും ഉഷ്ണകാലത്തൊന്നും. കാരണം അതിന് രണ്ടും വെവ്വേറെ വസ്ത്രങ്ങൾ വേണമല്ലോ അത്തരം നാടുകളിൽ എന്നു പഠിപ്പിച്ചിടത്ത് മിതത്വത്തിൻ്റെ അധ്യാപനമാണ് കൊടുക്കുന്നത്. എന്നാൽ ഇന്ന് കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഓരോ മാസത്തിലും നടക്കുന്ന ഫെസ്റ്റിവലുകൾക്ക് ഇന്ന രൂപത്തിലുള്ള സ്യൂട്ട് വേണം, ഇന്ന കമ്പനിയുടേത് വേണം, ഷൂ മാറ്റിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത് മാലിന്യ കൂമ്പാരം എത്രയാണ് നമ്മുടെ നാടുകളിൽ കുന്നുകൂടുന്നത്. അവിടെ ഖനാഅത്ത് എന്ന് പറയുന്ന വലിയൊരാശയം ഇന്ന് ലോകം അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഇംഗ്ലീഷിൽ മിനിമലിസം എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. കുറച്ചുപയോഗിക്കുക, തനിക്കുള്ളത് മാത്രം ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ബാക്കിയാക്കുക, ഭൂമിയിലുള്ളതെല്ലാം നിനക്ക് വേണ്ടി പടച്ചതല്ല എന്ന് പറയുന്ന ആശയം. മാലിന്യ കൂമ്പാരങ്ങളെ എങ്ങനെ സംസ്കരിക്കാം എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് സെഗ്രിഗേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പുതിയൊരാശയമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടുകളിലും വികസിത നഗരങ്ങളിലുമൊക്കെ മഞ്ഞയും ചുവപ്പും പച്ചയും വെള്ളയും നീലയുമൊക്കെ കളറുള്ള വെവ്വേറെ വേസ്റ്റ് പെട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. മെറ്റാലിക് പാത്രങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് വേറെയുണ്ട്, കടലാസിന് വേറെയുണ്ട്, ഭക്ഷ്യാവശിഷ്ടങ്ങൾക്ക് വേറെയുണ്ട്. എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന് അന്വേഷിക്കൂ. 3-ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളോട് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കൈ കഴുകുന്ന മുഖം കഴുകുന്ന വെള്ളം മൂത്രത്തോടുകൂടെ ചേർക്കരുത്. മലമൂത്ര വിസർജനത്തോടൊപ്പം
കൂടുതൽ മാലിന്യമാകാത്ത വെള്ളങ്ങൾ ചേർക്കരുത്, അതിന് വേറെ തന്നെ പൈപ്പുണ്ടാകണം, വേറെ ടാങ്കുകളിലേക്ക് പോകണം. ഈ മാലിന്യങ്ങളിലൊന്നും തന്നെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഇടാൻ പാടില്ല. നശിച്ചു പോകാത്ത ചില വസ്തുക്കളുണ്ട്, ചിലത് മണ്ണിൽ തന്നെ കുഴിച്ചു മൂടേണ്ടതുണ്ട്, മറ്റു ചിലത് അല്ലാത്ത രൂപത്തിൽ ക്ഷാരമാക്കേണ്ടതും നശിപ്പിക്കേണ്ടതുമുണ്ട്. ഇതൊക്കെ ക്ലാസ് 3 പഠിക്കുന്നുണ്ടെങ്കിലും ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും ഇതൊരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയുടെയും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയുടെയും മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിൻ്റെ കൂടി ആവശ്യമാണ് എന്ന തിരിച്ചറിവില്ലാതെ പോകുന്നതും, മദ്രസകൾ പോലുള്ള സ്ഥലത്ത് പഠിപ്പിക്കുന്നത് മറ്റെന്തോ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും എല്ലാം മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ എത്രമാത്രമാണ്, എത്ര വലുതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് മഹത്തായ സമസ്തയുടെ തൃശ്ശൂർ സമ്മേളനത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് പുറപ്പെട്ടിട്ടുള്ള NGOകൾ, 40-ലധികം NGOകൾ 25ഓളം സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 10,000-കണക്കിന് വിദ്യാർത്ഥികളെ വെസ്റ്റ് ബംഗാളിലും ആസാമിലും ഹരിയാനയിലും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 100കണക്കിന് സ്കൂളുകൾ ഉണ്ടാക്കി പഠിപ്പിക്കുന്നുണ്ട്. 1000-ലേറെ മക്തബുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അധ്യാപനം ഈ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്കും നിലനിൽപ്പിനും കാലാവസ്ഥാ വ്യതിയാനത്തെപ്പോലും നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ, പരസ്പരം തിരിച്ചറിയാനും കേൾക്കാനുമുള്ള ബഹുമാനം നിലനിൽക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. നിൻ്റെതൊന്നും എനിക്ക് കാണേണ്ടതില്ല, നീ പറയുന്നതൊന്നും ഞാൻ കേൾക്കാനും പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നിന്റെ ആശയങ്ങൾ മുഴുവനും വിഘടനവാദമാണ്, വിദ്വേഷമാണ്, വെറുപ്പാണ്, തീവ്രവാദമാണ് എന്ന് പറഞ്ഞ് കേൾക്കാനും അറിയാനും തയ്യാറാകാതെയുള്ള കാടടച്ചു വെടിവെക്കുന്ന സമ്പ്രദായങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരം തിരിച്ചറിവുകളിൽ നിന്ന് നമ്മെ ദൂരത്താക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരുണ്യമാണ്, ആർദ്രതയാണ് നമ്മുടെ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന, ആംഗ്യഭാഷ കൊണ്ട് പരിഭാഷപ്പെടുത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. SYSന് കീഴിൽ കേരളത്തിലെ 14 ജില്ലകളിലും സംസാരിക്കാൻ കഴിയാത്തവരെ ഒരുമിച്ച് കൂട്ടി അവരുടെ ഈ ആംഗ്യഭാഷകളിൽ കോൺഫറൻസുകൾ നടത്തിയപ്പോൾ എത്രമാത്രമാണ് നമുക്കിടയിൽ കഴിയുന്ന സംസാരിക്കാത്ത ആളുകളുടെ വ്യാകുലതകളെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. ഈ ഭാഷയിൽ അവരുടെ ഒരുപാട് ആശയങ്ങൾ നമ്മോട് മുന്നോട്ട് വച്ചു, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇത് കേൾക്കാനല്ലെങ്കിലും അറിയാൻ ആളുകളുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ ഭിന്നശേഷി സമൂഹത്തിനുണ്ടായ ഒരു സന്തോഷം എത്രമാത്രമാണ്. കണ്ണില്ലാത്തവനെയും കാതില്ലാത്തവനെയും നടക്കാൻ വയ്യാത്തവനെയും മസ്തിഷ്കത്തിന് പ്രയാസങ്ങളുള്ളവരെയും തിരിച്ചറിയാനോ, അവരെ അസ്ഹാബുൽ ഹിമം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുബായ് വിളിക്കുന്നത്. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനങ്ങളുള്ള, തീരുമാനിച്ച കാര്യങ്ങൾ തീർച്ചയായും ചെയ്തു തീർക്കുമെന്ന് പറയുന്ന ആളുകളാണവർ. ജോലി കൊടുക്കാൻ, സംസാരിക്കാൻ കഴിയാത്തവർക്ക് ജോലി കൊടുക്കാൻ തയ്യാറാകുമോ? ഈ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ അവർ ജോലി കൊടുത്തത് മുഴുവനും സംസാരിക്കാൻ ശേഷിയില്ലാത്തവർക്ക്. അങ്ങനെയുള്ളൊരു വലിയ സമൂഹത്തെ പരിഗണിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അനാവശ്യമായ ശബ്ദകോലാഹലങ്ങളില്ലാതെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നു എന്ന ദൈവനിയോഗത്തിൻ്റെ വലിയ നന്മകൾ കൂടെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് യഥാർത്ഥത്തിൽ മറ്റുള്ളവനെക്കുറിച്ച്, അയൽവാസിയെക്കുറിച്ച്, കൂടെ ഇരിക്കുന്നവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. മരുഭൂമിയിലൂടെ നടക്കുന്ന വിശന്ന് ദാഹിച്ച് പരവശനായൊരു പട്ടിക്ക് സ്വന്തം ഷൂരിയിട്ട് വെള്ളം മുക്കിക്കൊടുത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോയി എന്നുള്ള കഥ, എന്നുള്ള ചരിത്രം, എന്നുള്ള സത്യം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചത് മനുഷ്യ മനസ്സുകളിൽ ആർദ്രതയുടെ നനവുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ ഒരു സാമൂഹിക ബോധവും അവനിൽ ഉയർന്നു വരാൻ വേണ്ടിയാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കരുത് എന്ന് പഠിപ്പിച്ചത് ഈ ഒരു ആശയത്തിൻ്റെ മേലാണ്. അങ്ങനെയുള്ള ആശയങ്ങൾ മനുഷ്യ മനസ്സുകളിൽ ഉള്ളത് കൊണ്ടാണ്. അതേതെങ്കിലും മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിലാകണം എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. എല്ലാ മനുഷ്യരിലും ഇത്തരം ആശയങ്ങൾ ഉണ്ടാകണം.
അതുകൊണ്ടാണല്ലോ പുത്തുമലയിലും ചൂരൽ മലയിലും കവളപ്പാറയിലും മനുഷ്യരെ ഒന്നടങ്കം നിമിഷം കൊണ്ട് എടുത്തെറിഞ്ഞ് കിലോമീറ്ററുകൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ബാക്കി വരുന്ന മനുഷ്യരെ ചേർത്തു പിടിക്കാൻ വേണ്ടി തൻ്റെ ജീവന് വില കൽപ്പിക്കാതെ തന്നെ ഓടിവന്ന സമൂഹം. കടലോരത്ത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവരുടെ ബോട്ടുകളും തോണികളും വാഹനത്തിൽ കയറ്റിയിട്ട് മലമുകളിലേക്ക് വെള്ളപ്പൊക്കത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നത് ഈ ഒരു നനവ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത്തരം ആശയങ്ങൾ ഇനിയും നിലനിൽക്കേണ്ടതുണ്ട്. മനുഷ്യ മനസ്സുകൾക്കിടയിൽ തീർക്കുന്ന അതിർവരമ്പുകളും മതിൽക്കെട്ടുകളും പൊളിച്ചെറിയേണ്ടതുണ്ട്. മനുഷ്യർക്ക് പരസ്പരം കാണാൻ അവസരങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. തിരിച്ചറിവിൻ്റെയും കൂട്ടുചേരലിൻ്റെയും കൂടിയിരുന്ന് സംസാരിക്കുന്നതിൻ്റെയും ഭക്ഷണങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെയും മഹത്തായ പൂർവകാല മാതൃകകൾ ഇനിയും നിലനിൽക്കേണ്ടതുണ്ട്. ഓണമാഘോഷിക്കുന്ന ഹൈന്ദവ സഹോദരന്മാർ അവരുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ശുദ്ധഭക്ഷണം അയൽവാസിയായ മുസ്ലിമിന് കൊടുക്കുമ്പോൾ, ക്രിസ്ത്യാനിക്ക് കൊടുക്കുമ്പോൾ, ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികൾ അതേ രീതിയിൽ അവരുണ്ടാക്കിയ ശുദ്ധമായ കേക്ക് മറ്റു മതക്കാരായ തൻ്റെ അയൽവാസികൾക്ക് പങ്കുവെക്കുമ്പോൾ, പെരുന്നാളിൻ്റെ ദിവസത്തിൽ മുസ്ലിംകൾ അവരുടെ സദ്യയിലേക്ക് മറ്റുള്ളവനെ ക്ഷണിച്ചു വരുത്തുമ്പോൾ അതിലെല്ലാം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കൈമാറ്റങ്ങളുണ്ട്. അതെല്ലാം മതത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം മനസ്സിലുണ്ടാകണം. നിങ്ങളുടെ ആദർശം ഒരിക്കലും പണയം വെക്കേണ്ടതില്ല. ആചാരത്തിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതും ഇല്ല. അങ്ങനെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കലാണ് സൗഹാർദ്ദം എന്ന് പറയുന്ന വാദവും ശരിയല്ല. മറിച്ച് വൈജാത്യമാണ്, വ്യതിരക്തതയാണ്, വ്യത്യാസ സ്വഭാവങ്ങളാണ്. വ്യത്യസ്ത മതങ്ങൾ മതങ്ങളായി നിലനിൽക്കുകയും ആചാരങ്ങൾ അതിൻ്റെ നിലക്ക് തന്നെ നിൽക്കുകയും ചെയ്ത് മറ്റുള്ളവൻ്റെ ആചാരങ്ങളിലേക്ക് കടന്നു കയറാതെയും അവരുടെ ഐഡന്റിറ്റി നശിപ്പിക്കാതെയും ഓരോരുത്തർക്കുമുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുന്നതോടൊപ്പം തന്നെ സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ സ്നേഹങ്ങൾ കൈമാറുന്നതിന് അനുവദനീയമായ രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പഴയകാലത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ നാം പിന്തുടരേണ്ടതുണ്ട്. അത് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഉയർത്തിപ്പിടിച്ച ആശയമാണ്. പൂർവകരായ മഹത്തുക്കൾ, മമ്പുറന്നങ്ങളും മഖ്ദൂമമാരും അതിനു മുമ്പ് വന്നിട്ടുള്ള സ്വഹാബ മഹച്ചരിതരുമെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മഹാപാരമ്പര്യം തന്നെയാണ്. അത് ഈ നാട്ടിലെ, നമ്മുടെ നാട്ടിൽ സാമൂതിരിയും ശൈഖ് ജിഫ്രി തങ്ങളും ഉയർത്തി കാണിച്ച ഒരാശയം. നേരത്തെ ഉസ്താദ് അവർ ഇവിടെ സൂചിപ്പിച്ച അങ്ങ് പെരിങ്ങത്തൂരിലെ കൂഫയിൽ നിന്ന് വന്ന, ഇറാഖിൽ നിന്ന് വന്ന ആത്മീയ ആചാര്യനും വിദ്യാഭ്യാസ പ്രവർത്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ആത്മീയ ഗുരു അലിയുൽ കൂഫി അവർകൾ അവിടെ വന്നപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയോട്, അമ്മ ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല, അമ്മ ഇവിടുന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകണം. കനകമലയിൽ നിന്ന് അമ്മയെ പാട്ടുപാടി കൊണ്ടുപോകാൻ നിർദ്ദേശം കൊടുത്ത പാക്കനാരുടെ നിർദ്ദേശം. അതാണ് ഈ നാടിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അതിനെയും ഇവിടെ നിലനിൽക്കാൻ വേണ്ടി എല്ലാ മതങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്ന മഹത്തായൊരാശയം വീണ്ടും വീണ്ടും ഓരോ ദശാബ്ദങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യാത്ര ഉപനേതാക്കന്മാർ ബദറുസ്സാദാത്ത് അവർകളും മൗലാന പേരോട് ഉസ്താദ് അവർകളും അവരോടൊപ്പം സംഘം ചേർന്ന് പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരും അവരുടെ കൂടെ നിന്നുകൊണ്ട് ആബാലവൃതം ജനങ്ങളും ഒഴുകിയെത്തുമ്പോൾ ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വീണ്ടും നന്മയുടെ പ്രകാശങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് തീർച്ചയായും നൂറ്റാണ്ടുകൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.